സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. അവിടുന്ന് മുടി കളയിക്കാൻ വേണ്ടി അതാ ബാർബർ ഷാപ്പിലേക്ക് കയറിയിട്ട്, മോനെ പടച്ചവന്റെ പൊരുത്തം കരുതി എനിക്ക് മുടി കളഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് മുടി കളഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ് ഈ ബാർബർ. മഹാനവറുകളുടെ മുടി കളഞ്ഞു കൊടുത്തു. മുടി കളഞ്ഞ് തീരാ നോക്കുമ്പോ അതേ മുടി കളഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവ് അതിലൂടെ പോകുന്നുണ്ട്. ഈ മഹാനെ കണ്ടപ്പോ ആ മഹാനൊരു ഹദിയ കൊടുക്കാൻ രാജാവ് ഉദ്ദേശിച്ചു. ആ മഹാനൊരു വലിയ ഹദിയ, 1000 സ്വർണ്ണ നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം ഹദിയ കൊടുക്കാൻ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടു രാജാവ് പോയി. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു മുടി കളഞ്ഞു കഴിഞ്ഞപ്പോ ഇതങ്ങ് വെച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവരുടനെ തന്നെ അത് ബാർബർക്ക് കൊടുത്തു. എത്രയെ കൊടുത്ത്? 100 രൂപയൊന്നുമല്ല, 1000 സ്വർണ്ണ നാണയം ബാർബർക്ക് കൊടുത്തപ്പോ, ബാർബർ ദുനിയാവിനെ ഇന്നെ താല്പര്യപ്പെട്ടു പോകുന്ന ആളല്ല. ബാർബർ പറഞ്ഞു, ഇത് തന്നാൽ ഞാൻ സ്വീകരിക്കൂല. നിങ്ങളെന്തേ നേരത്തെ പറഞ്ഞ് പടച്ചോന്റെ പൊരുത്തം കരുതിയിട്ട് മുടി കളഞ്ഞു തരുമെന്ന്. ഇത് പടച്ചോന്റെ പൊരുത്തം, ഇത് 1000 ദീനാറല്ലേ, ഇതെനിക്ക് വേണ്ട, എനിക്ക് പറഞ്ഞു തന്നെ തരണോന്നാൽ. അപ്പോ അബൂ തുറാബിൻ നഖ്ശബി തങ്ങള് ആ രാജാവിന്റെ ഹദിയ സ്വീകരിച്ചു. അത് വേറെ ആൾക്ക് കൊടുത്തു. കൊടുത്ത ആള് സ്വീകരിക്കാതായപ്പോ, ഇപ്പൊ സ്വന്തം സാധനമാണല്ലോ, സ്വീകരിച്ചു എന്നുള്ള ഉറച്ചല്ലോ. കാരണം നേരത്തെ സ്വീകരിച്ച് വേറെ ആൾക്ക് കൊടുത്തില്ലേ, സ്വീകരണം കഴിഞ്ഞപ്പോ രാജാവിനെ അവഗണിച്ചു എന്നുള്ള ധാരണയൊന്നും ആ രാജാവിന് ഉണ്ടാവില്ല. സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഇതിന്റെ ആവശ്യമില്ല, മൂപ്പര് ഇതൊന്നും നോക്കി നടക്കുന്ന ആളല്ല. അപ്പൊ എന്ത് ചെയ്തു? അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അത് ആ കൊടുത്ത ആളെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രാജാവിന് എന്നെ തിരിച്ച് സംഭാവന കൊടുക്കുക. രാജാവിനോട് പറ, പാലം കെട്ടേണ്ടതും റോഡ് നന്നാക്കേണ്ടതും പാവപ്പെട്ടവരെ നോക്കേണ്ടതും നാട്ടിലുള്ള പള്ളിയും മദ്രസൊക്കെ നടത്തേണ്ടതൊക്കെ രാജാവാ. അതുകൊണ്ട് പൈസേൻ്റെ ആവശ്യം അയാൾക്കാ. ഞാനിങ്ങനത്തെ ഒന്നും മാനേജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് രാജാവിൻ്റെ അടുത്ത് നല്ല കാര്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി തിരിച്ചെൻ്റെ വകയെ കൊടുത്തു എന്ന് അങ്ങോട്ട് കൊടുത്തേന്ന് പറഞ്ഞു. ആ മഹാൻ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിൽ വന്നു, കഅബത്തിന്റെ അടുത്ത് വന്നു. സംഭാവന തരുവോ, സംഭാവന തരുവോ, സംഭാവന ചോദിക്കാണ്. അപ്പോൾ ഒരു വലിയ മുതലാളി ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയം കൊണ്ടുപോയിട്ട് അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിലങ്ങ് ചെരിഞ്ഞു കൊടുത്തു. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു ചോദിച്ചു വാങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെന്താ ചെയ്തത്? പിന്നെ ഓരോരുത്തരെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇങ്ങോട്ട് പോമനെ. അങ്ങനെ പാവപ്പെട്ട ആളുകളെ വിളിച്ച് ഇതെല്ലാം കൊടുക്കുകയാണ്. ഒന്നും വെക്കുന്നില്ല, കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു കോഴിക്കോട്ട് മൂപ്പന്റെ വരെ താമസിച്ച് എല്ലാവരും കാണാൻ പോവും, പലരും ഹദിയ കൊടുക്കും, വാങ്ങിയാടെ വെക്കും. സുബ്ഹാനല്ലാഹ്. മൂപ്പർക്ക് അതിന്റെ ആവശ്യമില്ല. മരണം ഏകദേശം അടുത്തെത്തിയപ്പോ, വഫാത്തിന്റെ അടുത്തെത്തിയപ്പോ ഒരു ദിവസം കൊടുത്തങ്ങ് തീർക്കാൻ തീരുമാനിച്ചു. കൊടുതി അങ്ങ് തുടങ്ങിയപ്പോ കോഴിക്കോട്ട് അതാ അങ്ങാടി മുഴുവനും ആള് നിറഞ്ഞു. വലിയ കുയുണ്ടായി, ഭയങ്കര ആളായി. അവസാനം പോലീസ് വന്ന് നിയന്ത്രിക്കേണ്ടി വന്നു. കൊടുത്തങ്ങ് തീർത്തു കളഞ്ഞു. കാരണം അവിടെ സമ്പത്ത് ഉദ്ദേശിച്ചിട്ടില്ല, കൊടുത്ത ഹദിയ വാങ്ങി വെച്ചതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു സാധുക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ വന്ന് മുന്നിൽ നിന്നു. കണ്ടിട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ്, വിളിച്ചില്ല. അങ്ങനെ അദ്ദേഹം അപ്പുറത്തേക്ക് മാറിപ്പോയി. വീണ്ടും വന്ന് നിന്നു, വിളിച്ചില്ല. പലപ്പോഴും വന്ന് നിന്നു, വിളിച്ചില്ല. ഉള്ളത് മുഴുവനും കൊടുത്തു തീർത്തു. ആ ഒരു സാധുവിന് മാത്രം കൊടുത്തില്ല. അദ്ദേഹം സമീപത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എത്ര നേരമായി, എത്ര തവണ നിങ്ങളെ മുന്നിൽ വന്നു, ഞാൻ വലിയ ആവശ്യക്കാരനല്ലേ, നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊടുക്കുന്നവനെ നിനക്കറിയില്ലടോ, കൊടുക്കുന്നവൻ ഞാനല്ല. നിന്റെ മനസ്സ് നീ കൊടുക്കുന്ന രാജാവായ അള്ളാഹുവിലേക്ക് തിരിച്ചില്ല. നീ മനസ്സിലാക്കി ഞാനാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ കൊടുക്കുന്നവനല്ല, വിതരണം ചെയ്യുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. കൊടുക്കുന്നവനല്ലയാണ്, ഞാനിത് വിതരണം ചെയ്തവനാണ്, ഞാൻ കൊടുക്കുന്നവനല്ല. കൊടുക്കുന്ന രാജാവായ റബ്ബിലേക്ക് നിന്റെ മനസ്സ് തിരിച്ചില്ല.
ആ റബ്ബ് എൻ്റെ മനസ്സ് നിന്നിലേക്കും തിരിച്ചില്ല. മനസ്സിനെ തിരിക്കുന്നവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരാളും ഒന്നും ഉദ്ദേശിക്കൂല. നിന്റെ മനസ്സ് നീ അള്ളാഹുവിലേക്ക് തിരിച്ചില്ല, അതുകൊണ്ട് അള്ളാഹു എൻ്റെ മനസ്സ് നിന്നിലേക്ക് തിരിച്ചില്ല. സുഹൃത്തുക്കളെ, മഹാന്മാർ അവര് ഹദിയ വാങ്ങുന്നു, അവര് കൊടുക്കുന്നു, കൊടുത്ത് മാതൃക കാണിക്കുന്നു, ചെലവഴിച്ച് തീർക്കുന്നു. അതാണല്ലോ ആ മഹാന്മാരുടെ സ്വഭാവം. കൊടുക്കാൻ പ്രചോദനമാണ്. അവരുടെ ജീവിതം തന്നെ കൊടുതിയാണ്. അത് പണം കിട്ടിയാൽ പണം കൊടുക്കും, ഇൽമ് കിട്ടിയാൽ ഇൽമ് കൊടുക്കും, സ്വാധീനം കിട്ടിയാൽ ആ സ്വാധീനം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും, ആരോഗ്യം കിട്ടിയാൽ ആരോഗ്യം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും. അള്ളാഹുവിനെ ആശ്രയിക്കുന്ന അവന്റെ അടിമകളെ കഴിവിന്റെ പരമാവധി സഹായിച്ചുകൊണ്ട് ജീവിക്കും. ആകയാൽ അതാ സദഖക്ക് പ്രചോദനം നൽകുന്നത് നല്ല കാര്യമാണ്.